मैं रोया तुझे ढूंढ ढूंढ के रोया था मैं तू ना मिला थे कभी बाहों में अब मेरी दुआओं में किस बात की है ये सजा ഡാ നീ ഇത് എവിടായിരുന്നു ഇത്രയും നേരം? അത് പിന്നെ ഞാൻ ബാത്റൂമിലായിരുന്നു. ഇത്ര നേരം നീ എന്താടാ ബാത്റൂം ഉണ്ടാക്കാൻ പോയതായിരുന്നു? അങ്ങനെയല്ല, ഞാൻ കുറച്ചുനേരം അവിടെ നിന്നു, അതിനുശേഷം പോയത്. റൂമിൽ കുറച്ചു കിടന്നു. അതാ. എന്താണ് എൻ്റെ പൊന്നു ചേക്കൊക്കെ ഒരു കള്ളലക്ഷണം? എന്ത് കള്ളലക്ഷണം? എനിക്കൊരു കള്ളലക്ഷണമില്ല. നീ ഒന്ന് പോയേ. എനിക്ക് അമ്മക്കൊന്ന് വിളിക്കണം. ഞാൻ അമ്മക്കൊന്ന് വിളിച്ചോക്കട്ടെ. ശരി എന്നാ. നീ ഇപ്പൊ എന്താ പറഞ്ഞ? അമ്മന്നോ? നീ അതിന് മമ്മി എന്നല്ലേ വിളിക്കാറ്? മമ്മി? മമ്മി എന്ന് വിളിക്കും, അമ്മ എന്ന് വിളിക്കും, അമ്മ എന്ന് വിളിക്കും, ഞാൻ പലതും വിളിക്കും. അതൊന്നും നോക്കി കാര്യമില്ല. എൻ്റെ അമ്മയല്ലേ. ഞാൻ എന്ത് വിളിച്ചാൽ എന്താ? ഇവൻ എന്തോ നോപ്പിക്കുന്നുണ്ട്. അതിന്റെ ലക്ഷണമായി കാണുന്നത്. തങ്ങി ഞാനിപ്പോ വരാം. എനിക്കൊരു കോൾ ചെയ്യാനുണ്ട് അമ്മക്ക്. എന്നാ ശരി കേട്ടോ. ആയിക്കോട്ടെ. നല്ലൊരു ചാൻസ് എന്തായാലും എൻ്റെ പൊന്നു ചേക്ക് നീ മിസ് ചെയ്ത്. അവിടെ കൺഫസ് നിനക്കായിട്ട് വെച്ചതായിരുന്നു, പക്ഷെ നീ അത് മിസ് ചെയ്തു. എൻ്റെ ദൈവമേ, ഒരു വിധത്തിലാണ് ഞാൻ അവിടെ നിന്ന് കഴിച്ചിലായ. ഏതായാലും അമ്മക്കൊന്ന് വിളിച്ച് പറഞ്ഞേക്ക നാളെ വരുന്നുണ്ടെന്ന്. ഇല്ലെങ്കിൽ അത് മതി. എവിടെയാവോ എന്തോ, എവിടെ പോയി? എൻ്റെ പെണ്ണ് ഉറങ്ങിയ. നീ ഇങ്ങനെ ഒരു ഇന്നസെൻ്റായി ഉറങ്ങിയാൽ ഇങ്ങനെ എല്ലാവരും മനസ്സും കീഴടക്കി നീ അങ്ങ് പോയി കിടന്നുറങ്ങാല്ലേ? നീ എന്താ കരുതി ഞാനൊന്നും ഉറങ്ങില്ലെന്നോ? ചുമ്മാതാ. ഇനി വെറും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നിന്റെ ഈ ഉറക്കം. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തീരുമാനിക്കും ആര് എപ്പോ ഉറങ്ങണമെന്ന്. ആരെന്നല്ല, നീ എപ്പോ ഉറങ്ങണം, എപ്പോ എണീക്കണം, ഇതെല്ലാം മോളെ ബോൾഡേ നിന്നോ നിനക്ക് പറ്റുന്ന അത്ര ബോൾഡേ നിന്നോ. പക്ഷേ ഇനി അങ്ങോട്ട് മോള് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിനുള്ള പ്രതിഫലം കിട്ടുന്നത് മോളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും. എൻ്റെ ബേബി ഗേൾ, ഒന്ന് വെയിറ്റ് ചെയ്യും. എൻ്റെ കൺഫസ് വരുന്ന ടൈം വരെ. ഓക്കെ? അതിന് വല്ലാത്ത ആയസമൊന്നുമല്ല. നമ്മുടെ വീട് നിർത്തട്ടെ, നമ്മുടെ റൂമിലേക്കൊന്ന് കയറട്ടെ, അത് മതി. അത്ര ടൈം മതി. അതുവരെ എൻ്റെ മോള് നല്ല എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലെ ഇന്നസെൻസ് ഒക്കെ അങ്ങനെ പറത്തി കളയട്ടെ. അതും പറഞ്ഞ് നമ്മുടെ ചേക്ക് നമ്മുടെ തേടെ അടുത്ത് പോയിട്ട് തേടെ ഫോണിൽ ഒരു ചെറിയ കിസ് കൊടുത്തു. അതിനുശേഷം പൊയ്ക്കിറങ്ങി. ആഹാ, ഇതാര്? ജനിക്കൊച്ചോ? സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. ഞാനിന്ന് വൈകിട്ട് തിരിച്ചു പോവും. എന്താ ഇന്ന് വൈകിട്ടോ? അതെന്താ ഇത്ര പെട്ടെന്ന്? ഞാൻ റിട്ടേൺ ടിക്കറ്റ് ഒക്കെ എടുത്താ പോന്നെ, അതുകൊണ്ടാ. ആണോ? അപ്പോ അവിടെ തിരിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് പോകാനായില്ലേ? ഞാൻ ഒപ്പയുടെ വീട്ടിൽ പോകുന്നില്ല. അതിനു മുമ്പ് നേരെ എയർപോർട്ടിലേക്ക് പോകും. ആണോ? എന്നിട്ട് ആന്റിക്ക് വിളിച്ച് പറഞ്ഞോ നീ? അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം. എന്താപ്പത്? നല്ല ചർച്ചയിലാണല്ലോ. കുക്കി, അത് ജെനി പോവുകയാണല്ലോ തിരിച്ച് നാട്ടിലേക്ക്. അതാ. അത് ഇന്നലെ അമ്മ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. അത് അല്ല, എന്നിട്ട് എന്റെ പെങ്ങള് കൊച്ചോടെ? അവളെ കണ്ടില്ലല്ലോ. അത് ഞാൻ ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിനു ശേഷം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയ. അതിനുശേഷം അവള് മാറ്റാൻ കയറിയിട്ടുണ്ട്. ഇപ്പോഴും വെർജിനാണോ? ഹായ് ഗൈസ്, ഞാൻ വന്നു. എന്തോ നീത്തോ ഈ കുണ്ടാമണ്ടി ഇനി ഉണ്ടായിരുന്ന ഇവക്ക്? എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ? ഭംഗിയില്ലേ? അതല്ല, ഞാൻ ആദ്യമായിട്ടാ. ഇത് എന്ത് ഡ്രസ്സാ? സത്യം പറയാലോ അടിപൊളിയായിട്ടുണ്ട്. ഇതെന്ത് ഡ്രസ്സാ? ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. സത്യം നല്ല ഭംഗിയുണ്ടോ? താങ്ക് യു സോ മച്ച്. ഇതാണ് ഞാൻ എന്ന് പറഞ്ഞ സാരി.
ഓ, അവളുടെ ഒരു സാരി വെച്ചിട്ടുണ്ട് കേട്ടോ. നീയായിട്ടുണ്ടാക്കുന്ന വാങ്ങിക്കോ. നീ കളിച്ചോ നല്ലോണം കളിച്ചോ. വീട്ടിലെത്തട്ടെ, നിനക്കുള്ള ഭാഗ്യം തരാം കേട്ടോ. കിച്ചണും തന്നെ ഇങ്ങനെ നോക്കുന്നേ. മോളെ നല്ലവണ്ണം ഉഷാറായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്, പക്ഷെ ഒത്തിരി നന്നായിട്ടുണ്ട്. താങ്ക് യു അപ്പ. മോളെ ഡ്രസ്സൊക്കെ നല്ല നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. ഞാൻ ഇത്രയൊക്കെ ഒന്നും പ്രതീക്ഷയില്ല സാരി എന്നൊക്കെ പറഞ്ഞപ്പോ. അതെ ഞാനും ഒട്ടും പ്രതീക്ഷയില്ല. എന്നാ വൈകണ്ട, നിങ്ങൾ ഇറങ്ങിക്കോ. ഇപ്പം പോയാൽ എയർപോർട്ടിൽ കൃത്യമായിട്ട് എത്താൻ പറ്റും. അത് ശരിയാ, കൃത്യസമയത്ത് ഇറങ്ങിയാലേ എനിക്ക് ആ കൃത്യസമയത്ത് വീട്ടിലെത്താൻ പറ്റും. എന്നാലല്ലേ എനിക്കൊന്ന് ശരിയാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളത് ഇറങ്ങാൻ നോക്ക്, വൈകണ്ട. മോനെ ചേക്കേ, എന്റെ കരളെ ഞാൻ ആദ്യം പറഞ്ഞുതരാം. എന്റെ ഹൃദയത്തെ ഞാൻ നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചോണം, അവൾക്ക് എന്തേലും പറ്റിയാലുണ്ടല്ലോ എന്റെ സ്വഭാവമാവും. ഓ ആയിക്കോട്ടെ ബ്രദറെ, നല്ലവണ്ണം നോക്കിക്കോളാവേ, നല്ലവണ്ണ. അപ്പ എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല. I really miss you, badly miss you. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങളൊന്ന് കാണാൻ പറ്റുന്ന പോലും. ഐ എം സോ ലക്കി, യു നോ. എനിക്കെന്താ പറയണ്ടെന്നും പോലും അറിഞ്ഞൂടാ. ഞാൻ ഒത്തിരി ഹാപ്പിയാ. ഇനിയും കാണാം എല്ലാവരും. ഞാൻ ഒത്തിരി മിസ് ചെയ്യും. ഐ ലവ് യു ഓൾ. സെയിം ടു യു മോളെ, ഞങ്ങൾ നിന്നെ ഒത്തിരി മിസ് ചെയ്യും. അത് തന്നെ, ഞങ്ങൾ നിന്നെ ഒത്തിരി മിസ് ചെയ്യും. എന്തുവാ ജനിക്കൊച്ചെ, സങ്കടപ്പെടാതെ, ഇനിയും സമയിരിക്ക്, നമുക്ക് പൊളിക്കാന്ന്. അത് തന്നെ, ഇനിയും ഇങ്ങോട്ട് വരാലോ. ഞങ്ങളെല്ലാവരും നിനക്ക് വേണ്ടി ഇവിടെ വെയിറ്റിംഗ് ആയിരിക്കും. നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ പൊളിക്കാം. ഓ അതൊക്കെ ഓക്കെ, അതൊക്കെ മതി. ഇനി പറഞ്ഞ് വേഗം ഇറങ്ങാൻ നോക്ക്, സമയം വൈകി. അങ്ങനെ അവര് 3 പേരും തിരിച്ചു അവരുടെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മുടെ ജെനിയെ എയർപോർട്ടിൽ ഇറക്കിയതിനു ശേഷം അവര് വീട്ടിലേക്ക് പോയി. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാട്ടോ അവര് പോയത്. ഇറങ്ങാൻ നോക്ക്, നിനക്കുള്ള പണി ഞാൻ തരാം. എന്താ പണിയോ? എന്ത് പണി? നീ ഇറങ്ങ്, ഞാൻ പറഞ്ഞു തരണ്ട. ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവര് വന്നു. അമ്മ, I miss you, അമ്മ. I miss you so much, my dear Daya. അപ്പോ എന്നെ ആരും മിസ് ചെയ്തില്ലേ? പിന്നല്ലാതെ എന്റെ പപ്പയെ ഞാൻ മിസ് ചെയ്യാതിരിക്കോ? I miss you so much, അപ്പ. I miss you so much. മിസ് യുടാ. എന്താപ്പ ഇത്, ഇത്രയും പ്രിയപ്പെട്ടവളായോ ഈ ചെറിയ ടൈം കൊണ്ട് ഇവർക്ക്? ഹലോ, അതെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ ഞാനെന്നൊരാൾ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന വല്ല ബോധം ഈ കാണുന്ന രണ്ടാൾക്കുണ്ടോ? എന്ത് വർത്താനാടാ നീ പറയുന്നേ? I love you and I miss you so much. And I'm too missing you, baby. മതി. ആക്ടിങ് ആണേലും എനിക്കത് ബോധിച്ചു. അമ്മ ഒന്ന് പോടാ കുക്കി, അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്തെന്നറിയില്ല, ഭയങ്കര ക്ഷീണം. ഞാൻ ഒന്ന് കിടക്കട്ടെ, രാത്രി ഉറങ്ങാതിരിക്കാനുള്ളതാ. എന്താ നീ എന്തേലും അവസാനം പറഞ്ഞോ? ഇല്ല മമ്മി, ഞാനൊന്ന് പോയി കിടക്കട്ടെ. എന്താന്നറിയില്ല, ഭയങ്കര ക്ഷീണം, അതാ ഞാൻ പറഞ്ഞു. അതിലെന്തോ ഒന്നില്ലേ? ഇതിപ്പോ എനിക്ക് 2ാമത്തെ പ്രാവശ്യമാണല്ലോ തോന്നുന്നത്. നീ ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് എന്റെ പൊന്നെ ചെയ്യാ. കിടക്കുന്നതൊക്കെ കൊള്ളാം. ആദ്യം പോയിട്ട് എന്തെങ്കിലും കഴിക്കും, എന്നിട്ട് പോയി കിടന്നാ മതി, അല്ലെങ്കിൽ വിശക്കും. വേണ്ടപ്പ, ഞങ്ങൾ കഴിച്ചിട്ടാ വരുന്നേ. പിന്നെ ഉച്ചക്ക് കഴിക്കല്ലേ, അപ്പൊ എനിക്കാന്നേ. അങ്ങോട്ട് വാ പെട്ടെന്ന്. എന്താ വരാനോ? എന്തിന്? എനിക്ക് തോന്നി എന്തോ എനിക്ക് ഇമാജിനേഷൻ കുറച്ച് കൂടുതലാണ്. മോളെ, അവൻ മോളെ കരയിപ്പിച്ചോ? കരയിപ്പിച്ചാനോ? ആര്? ഇച്ചായോ? അത് എന്നെയോ? എന്തിന്? ഇല്ല ഉമ്മ, എന്നെന്തിനു കരയിപ്പിക്കണം? എന്നെ കരയിപ്പിച്ചിട്ടൊന്നുമില്ല. ഐ ആം ഫൈൻ. എന്റെ മോളെ വിഷമിക്കണ്ട, അപ്പൊ പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ട്.
തീരുമാനിക്കാനോ? എന്താപ്പാ? ഏയ് അതൊന്നുമില്ല മോളെ, മോള് പോയി റെസ്റ്റ് എടുക്ക്. ഓക്കെ അപ്പാ. ആ മോളെ, നീ ജനിക്കിടുന്ന റൂമിലല്ലേ നിന്റെ ഡ്രസ്സെല്ലാം ഉള്ള? അതെല്ലാം പാക്ക് ചെയ്ത് കുക്കിയുടെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തോട്ടോ. ഓക്കെ അമ്മ, ഞാൻ ചെയ്തോളാം. ആദ്യം നീ പോയി ഒന്ന് ഫ്രഷ് ആക്ക്, എന്നിട്ട് പോയി ഒന്ന് ഉറങ്ങ്. പിന്നെ ചെയ്താൽ മതി ബാക്കിയുള്ളതെല്ലാം. ആ എന്റെ പൊന്നമ്മ, ഓക്കെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. ഡേയ്, നീ എന്തിനാ അങ്ങനെ മോളോട് പറഞ്ഞേ? അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നേ? അവൾക്ക് അവന്റെ റൂമിലേക്ക് മാറണ്ടേ പിന്നെ? അത് ഡേയ്, എനിക്കെന്തോ ഭയങ്കര സങ്കടം തോന്നുന്നു. നമ്മുടെ കുക്കിയുടെ കാര്യത്തില് നമ്മളവനെ ഫോഴ്സ് ചെയ്തല്ലേ എല്ലാം ചെയ്യിക്കുന്നേ. എനിക്കെന്തോ അങ്ങനെ ഒരു ഫീലിങ്. നിങ്ങൾ പറഞ്ഞത് ശരിയാ, ബട്ട് ഇപ്പൊ എനിക്ക് അവനെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല. ഒരു പക്ഷേ നീ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും. ബട്ട് ഞാൻ പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയും അവനെ നമ്മൾ കാരണം അങ്ങനെ വിഷമിക്കാൻ പാടില്ല. അതുപോലെ മോള് ഇപ്പോൾ തന്നെ ഇതിലൊരു തീരുമാനമായാല് എന്റെ മോൾക്ക് ഒത്തിരി വിഷമിക്കേണ്ടി വരില്ല. അല്ലേ അവളുടെ മനസ്സിലെല്ലാം മുട്ടിട്ട പിന്നെ എന്റെ മോള് വേദനിക്കും. എനിക്കത് കാണാൻ വയ്യടി. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്ന പോലെ അല്ല എങ്കിലേ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ അത് പറയാൻ തന്നെ നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ രണ്ടുപേരും വേദനിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കും അത് കാണാൻ വയ്യ. ഇതുവരെ നമ്മൾ അവനെ ഫോഴ്സ് ചെയ്തില്ലേ, അവന്റെ ഇഷ്ടത്തിനാവട്ടെ ഇനിയെല്ലാം. ഇനിയും വൈകാൻ എനിക്കൊരു താല്പര്യമില്ല. ഇപ്പൊ തന്നെ ഇതിന് തീരുമാനം ഉണ്ടാക്കണം. ഞാൻ അവന്റെ റൂമിലേക്ക് പോയിട്ട് വരാം. ഇച്ചാ നിക്ക്, ഞാനുണ്ട്. ഇച്ചാൻ ഒറ്റയ്ക്ക് പോകണ്ട. മോനെ കുക്കി, നീ കിടന്നോ? നീ ബിസിയാണോ? ആ അപ്പ ഇല്ലപ്പാ. എന്ത് ബിസി? ഒരു ബിസിയും ഇല്ല. എന്താപ്പാ കാര്യം പറ. മോനെ, എനിക്കറിയാം നീ ആഗ്രഹിച്ചൊരു ലൈഫല്ല ഇതെന്ന്. എനിക്ക് നല്ലവണ്ണം അറിയാം. നീ നിന്റെ ലൈഫിനെ കുറിച്ചിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് നിന്റെ പാർട്ട്ണറിനെ കുറിച്ചിട്ട്. സ്വപ്നം കണ്ട ലൈഫല്ല നീ ഇപ്പോ ജീവിക്കുന്നതെന്ന് അപ്പയ്ക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ലെറ്റ് ഔട്ട് ഫ്രം ദിസ്. ലെറ്റ് ഔട്ട് ഫ്രം ദിസ്. അപ്പ എന്താ ഉദ്ദേശിക്കുന്നേ? അത് വേറൊന്നുമല്ല. നമുക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. എന്താ അപ്പൻ എന്തൊക്കെയാ പറയുന്നേ? ഇപ്പൊ ഒരു ഡിവോഴ്സ് അതൊന്നും വേണ്ട. നീ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ്ട. കുറച്ചുകൂടെ കഴിഞ്ഞ ആ കുട്ടിക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ അത് ചെയ്യുന്നതാ നല്ലത്. മമ്മി പറഞ്ഞില്ലായിരുന്നോ ഉമ്മ നാട്ടില് പാർട്ടി നടത്തണേന്ന്? അതെപ്പോഴാ? എന്തോന്ന് പാർട്ടിയോ? ഇവരെന്താ പറയുന്നേ? അല്ല, ഞാനെന്താ പറഞ്ഞേ? ഇതെന്താ? അത് വെക്കാം മോനെ. നീ കിടന്നോ. ദേ മനുഷ്യ, നിങ്ങൾ ഇങ്ങ് വന്നേ. അല്ലേലും എന്റെ അമ്മയ്ക്കല്ലാത്ത പിന്നെ മറ്റാർക്കും എന്നെ മനസ്സിലാക്കാൻ പറ്റുക? നീ എവിടേക്ക് എന്നെ വലിച്ചുകൊണ്ട് പോകുന്നേ? ഇച്ചായ, ഞാൻ അപ്പേ നിങ്ങളോട് പറഞ്ഞില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പോഴേ പറയേ. എന്താ പറഞ്ഞേ? ഓ കുന്തം. കുന്തോ? എപ്പോ? നീ ഇവിടെ കുന്തത്തെ കുറിച്ചൊക്കെ പറഞ്ഞേ? ഓ ഈ മനുഷ്യൻ. എന്റെ പൊന്നിച്ചായ, നാട്ടിൽ വെച്ച് നമ്മൾ ഏത് പാർട്ടി വെക്കുന്ന കാര്യമാ പറഞ്ഞിരുന്നത്? എന്താ നാട്ടിൽ വെച്ചിട്ടോ? നാട്ടിൽ വെച്ചിട്ടോ? അത് അവരുടെ വെഡിങ് പാർട്ടി. അപ്പൊ അവനെന്റെ മോളെ. ആന്നേ, എന്റെ ഇച്ചായ ഇപ്പൊ സമാധാനമായല്ലോ. എനിക്ക് ഇപ്പോഴൊന്ന് ശ്വാസം വീണേ. ഇനി വാ, അവനകത്ത് കിടന്നോട്ടെ. ഇനി എനിക്കൊന്ന് സമാധാനായിട്ടൊന്ന് ഉറങ്ങണം. നമുക്ക് ആഘോഷിച്ചാലോ? പോയിച്ചായ, പേരക്കുട്ടിയെ നോക്കുന്ന പ്രായമായി. എപ്പോഴും റൊമാൻസിക്കാ വന്നിരിക്കുന്നത്. ഇതെല്ലാം കേട്ട് മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു. വേറെ ആരാ? നമ്മുടെ തേയ.
At last, he's lost me. I'm so happy. I'm so happy, Jaya. I love you. I love you so much. ഓ, ഇവളിതെന്താ വരാത്തെ? റൂമിലോട്ട് വന്നില്ലല്ലോ. ഇവൾക്ക് ക്ഷീണം ഉറക്കൊന്നും ഇല്ലേ? പോയി നോക്കണം. അല്ലേ വേണ്ട, കുറച്ചേരം കൂടി കാത്തിരുന്ന് നോക്കാം. അതും പറഞ്ഞ് കൊക്കി ബട്ടിൽ കിടന്നു. പാവം ഉറങ്ങിപ്പോയി അറിയാതെ. ഓ, അപ്പൊ എൻ്റെ മോള് കണ്ടറിഞ്ഞ് വരാതിരുന്നതാണല്ലേ. ഒരു ചെറിയ പണിഷ്മെന്റ് തരാട്ടോ, വലുത് രാത്രി തരാം. അങ്ങനെ അവര് 4 പേര് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ജയക്ക് എന്തോ ഒന്ന് ഫീൽ ചെയ്തു. അവള് മെല്ലെ താഴോട്ട് നോക്കി. നോ ബേബി, നോ. മോളെ, എന്താ പറ്റിയേ? ആർ യു ഓക്കേ? I'm fine, അമ്മ. I'm done. എനിക്ക് മതി. അതിനെ നീയൊന്നും കഴിച്ചില്ലല്ലോ. ഇങ്ങേരത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? ഇത്രയും കാണിച്ചിട്ട് ഇന്നസെന്റായി സംസാരിക്കുന്നു. കള്ളം മുയലേ. ദേ, നിന്നോടാ ഞാൻ ചോദിച്ചേ, നീ എന്താ കഴിക്കാത്തെ? നല്ലവണ്ണം കഴിച്ചോ, എന്നാലേ സ്റ്റാമിന ഉണ്ടാകൂ. സ്റ്റാമിന എന്തോന്ന്? ശരിയാ, നീ ഒന്നും കഴിച്ചില്ലല്ലോ അതിന്. അല്ലേല് അവൻ പറഞ്ഞ പോലെ ആരോഗ്യം ഉണ്ടാവില്ല നിനക്ക്. കുറച്ചുകൂടെ കഴിക്കും മോളെ. ആന്ന് പറഞ്ഞു കൊടുക്കും മമ്മി. അമ്മ, അത് എനിക്ക് ഫുള്ളായി അമ്മ. അതാ, പിന്നെ എനിക്ക് ഡ്രസ്സൊക്കെ കബോർഡിൽ വെക്കാനുണ്ട്. അതും കൂടെ ചെയ്യാനുണ്ട്. ഓ, ഇത്ര ഇവിടെ നിന്ന് ഫുള്ളായോ? ശരി, എന്നാ മോളെ എണീറ്റോ. അമ്മ ശരി, എന്നാ ഞാൻ പോവാണേ. ഇത് വെറും തുടക്കമാണ്. ഇത് തന്നെ എൻ്റെ ബേബിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? പിന്നെ എങ്ങനെ എൻ്റെ ബിഗ് ഫണ്ണിനെ മോൾ സഹിക്കും? I can't wait that moment, baby. God.